നമസ്കാരം സുഹൃത്തുക്കളെ, എന്നെ നിങ്ങൾക്ക് നന്നായി പരിചയമുണ്ട്. ഏതായാലും ഞാൻ ഇനിയും പരിചയം ആവാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ചെറിയ പാട്ട് പാടാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ പരിചയം വരും. രാത്രി ശുഭരാത്രി, ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീ എന്നും കാമാക്ഷി, രാഗമനുരാഗം നീ എന്നും അനുരാഗി, പ്രേമം പുതുപ്രേമം നീ എന്നും മണവാട്ടി, ഓ പ്രിയേ ഓ പ്രിയേ ഓ പ്രിയേ. എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഈ ഗാനം ഇന്ന് കേൾക്കാത്ത ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഇന്ന് ഈ കേരളത്തിലില്ല. കേരളം എന്ന് മാത്രമല്ല, മലയാളം അറിയാവുന്ന ഒരാൾ ഈ സോങ് കേൾക്കാത്തവരില്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം യൂട്യൂബിൽ 2 മാസത്തിനിടയിൽ 25 ലക്ഷം വ്യൂവേഴ്സ് കാണുകയും ഒരുപാട് പേർ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതുമായിട്ടുള്ളൊരു ഗാനമാണ് രാത്രി ശിവരാത്രി. ഈ സിനിമ എൻ്റെ പ്രഥമ സംരംഭമാണ്. ക്യാമറ ഒഴിച്ച് പരമാവധി ജോലികൾ ഞാനിതിൽ ചെയ്തു. അപ്പോൾ എൻ്റെ പ്രഥമ സംരംഭമായ കൃഷ്ണനും രാധയും എന്ന സിനിമയിലെ 8-ൽ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഗാനം. ഈ സിനിമ സംബന്ധമായിട്ട് ഒരുപാട് വളരെ ആൻസൈറ്റഡ് ആണ് ആളുകൾ. എങ്ങനെയാണ് ഈ സിനിമ വരുന്നത്? നമ്മളിപ്പോൾ ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ആഗസ്റ്റ് ഫസ്റ്റായിട്ട് സിനിമയുടെ റിലീസ് വിചാരിക്കുകയാണ്. അപ്പോൾ സിനിമയുടെ കഥയെ സംബന്ധിച്ച് ഒക്കെ അങ്ങനെ ആളുകൾ പല രീതിയിലും എന്നോട് ചോദിക്കേണ്ടായി. സ്നേഹവും വിരഹവുമാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ സിനിമയിലൂടെ വിചാരിച്ചത്. ഈ രാത്രി ശിവരാത്രി എന്ന ഈ പാട്ട് തന്നെ ഞാൻ എഴുതുമ്പോൾ എനിക്ക്, കാരണം വെച്ചാൽ പ്രേമത്തെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ടൊക്കെ നമുക്ക് പറയണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു 4-5 പെൺപിള്ളേരെയൊക്കെ പ്രേമിച്ച് പരിചയമുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പമായിരുന്നു. കാരണം ഇപ്പോൾ അവരൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ എഴുതിയ വല്ല ലവ് ലെറ്ററോ ഇതിനൊക്കെ വെച്ച് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നുവരെ ആരും പ്രേമിച്ചിട്ടില്ല. സോ എല്ലാവരും ഇമാജിനേഷനിൽ എഴുതിയതാണ്. അപ്പോൾ വരികളായാലും അതിൻ്റെ ഒരു ഫ്ലോ യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇനിയിപ്പോൾ അതിന് ഒരു പാട്ട് എഴുതാൻ വേണ്ടി പ്രേമിക്കാനുള്ള സമയവും ഇല്ല. പെണ്ണുങ്ങൾക്കും കൂടെ തോന്നണമല്ലോ, നമുക്ക് വൺ സൈഡായി പ്രേമിച്ചിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ എൻ്റേതായ ഒരു ഐഡിയയിലൊക്കെ എഴുതിയ പാട്ടാണ്. ഏറ്റവും ചുരുങ്ങിയ വർഷം മനസ്സിൽ ഹൃദയത്തിൽ സ്നേഹം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ആ പാട്ട് ഇഷ്ടപ്പെടണമെന്ന്. അതേപോലെ രാത്രി സമയങ്ങളിൽ ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന ഭാര്യയ്ക്കും ഭാര്യയെ പിരിഞ്ഞിരിക്കുന്ന ഭർത്താവിനും കാമുകനെ പിരിഞ്ഞിരിക്കുന്ന കാമുകിക്കും ഒക്കെ ഈ ഗാനം വളരെ ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നണം, അല്ലെങ്കിൽ അവർ ഈ പാട്ട് മറ്റുള്ളവരെ പാടി കേൾപ്പിക്കണം എന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു മനഃശാസ്ത്രം വളരെ ക്ലിക്കായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായി ഞാൻ സ്ത്രീകളെ വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ, പുരുഷനെ പ്രസവിക്കാനുള്ള കഴിവില്ല, സ്ത്രീക്ക് അതുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു ഗാനം എന്ന രീതിയിൽ പാട്ടിനെ പാട്ടായിട്ട് എടുക്കാൻ പറ്റും. ഗോകുലനാഥനെ കള്ളക്കണ്ണൻ രാധയുമായങ്ങു ചേർന്നു നിന്നേ, കാളിന്തിയാറ്റി കുളിക്കുന്നേരം ഗോപികമാർ വന്നു കൂട്ടുകൂടി. അപ്രിയ ഗാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവും. എന്നാലും നമ്മളെ പരിപാടി അതായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നു. എനിക്ക് അപ്രിയമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഈ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. കാരണം വെച്ചാൽ ഒരേപോലത്തെ ഒരു ഇത് എനിക്കത് ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ്. ഒരു പാട്ട് പാടുമ്പോൾ മറ്റേ പാട്ടിലേക്ക് വരുന്നു എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. അപ്പം മീശ മാധവൻ എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമ, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പക്ഷെ അതിലൊരു കരിമിഴിയിൽ കുഴി കണ്ടില്ല എന്ന ഗാനം, ഈ പാട്ട് ആ ഇൻഡിവിജ്വലായിട്ട് പാട്ട് നല്ലതാണ്. അതേസമയം ആ പാട്ട് കേൾക്കുമ്പോൾ മറ്റുള്ള ചില പാട്ടുകളോട് ഒരു സാദൃശ്യം, പിന്നീട് വന്ന ചില പാട്ടുകളും ഈ പാട്ടും തമ്മിൽ എനിക്ക് വല്ലാതെ കൺഫ്യൂഷൻ വരുന്നു. അതുകൊണ്ട് എൻ്റെ അപ്രിയ ഗാനത്തിൽ ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നു മീശ മാധവനിലെ കരിമീൻ കുഴിയെ കണ്ടില്ല. യൂട്യൂബിൽ വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ള സോങ്ങാണ് എൻ്റെ കൃഷ്ണൻ രാധയിലെ 8 ഗാനങ്ങളും. അതേസമയം സൂപ്പർ ഹിറ്റ് ആകുമ്പോൾ തന്നെയും ഒരു ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള വിമർശനങ്ങളും എൻ്റെ ഗാനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള സത്യമാണ്. ഞാനല്ല ഫസ്റ്റ് യൂട്യൂബിൽ കൊടുത്തിരുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടാണ് കൊടുത്തത്. എൻ്റെ നമ്പറും വെച്ചിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഫോൺ കോളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ഒരു ഭാഗത്തു നിന്നുള്ളൊരു എൻ്റെ ഒരു ഗാനത്തിലുള്ളൊരു വിമർശനം ഇതായിരുന്നു, കുറച്ച് ചെറിയൊരു കുട്ടിയെ വെച്ചിട്ടാണ് അഭിനയിച്ചിരിക്കുന്നുള്ളത്. അപ്പം ഞാൻ അവരോട് പറയണ്ടായി, ഇതൊരു സിനിമയിലെ ഗാനമാണ്,
സിനിമയിൽ ഏത് സിറ്റുവേഷനിൽ വരുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഒരു സിനിമയിലെ ഗാനം വരിക. ഈ ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പ്രേമമാണ് നമ്മൾ അവിടെ കാണിക്കാൻ ശ്രമിച്ചിരുന്നത്. കുറച്ച് പ്രായമുള്ള ഒരാളെ അവൾ പ്രേമിക്കുന്നു, അവളെ തൊട്ട വീട്ടിലൊരു കുട്ടിയുമായിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ നമ്മൾ ആ 14 വയസ്സുള്ള ഒരു കുട്ടിയായി തോന്നുന്ന രീതിയിൽ ഒരു കുട്ടിയെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നീട് സംഭവിക്കുന്നത് ആ കുട്ടിയുടെ പേരാണ് പ്രിയ. ഇത് ഗാനം കണ്ട ആളുകൾക്ക് മനസ്സിലായില്ല. ഞാൻ ഓ പ്രിയ എന്നൊക്കെ എഴുതിയപ്പോൾ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്കെന്തോ വായ തോന്നിയ കുറേ വേർഡ്സ് എഴുതി എന്നാണ് കരുതിയത്. യഥാർത്ഥത്തിൽ ഈ നായകനായ ക്യാരക്ടറിൻ്റെ പേര് ജോണും ആ പെൺകുട്ടിയുടെ പേര് പ്രിയയാണ്. അപ്പോൾ ആ പെൺകുട്ടി അവരെ ഈ പാട്ട് അയാൾ ഈ ആൽബത്തിൽ സോങ് എഴുതുന്ന ആളാണ് നായകൻ. അപ്പോൾ നായകൻ ഈ ഓ പ്രിയ എന്ന് എഴുതിയപ്പോൾ ഇങ്ങനൊരു പാട്ട് എഴുതുകയും ആ പാട്ട് തന്നെ കുറിച്ചാണ് എഴുതിയെന്ന് തെറ്റിദ്ധരിക്കുന്ന കുട്ടി ഈ നായകനെ പ്രേമിക്കുന്നതാണ് ഒരു കഥ. ഇതിൻ്റെ ഇത്രയൊക്കെ തന്നെ സ്നേഹിക്കുകയോ ഒടുവിൽ ഈ നായകൻ തന്നെ വഞ്ചിച്ചു എന്ന് ആ കുട്ടി തെറ്റിദ്ധരിക്കുന്നതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഇതിൻ്റെ ഈ ശരിക്കും സിനിമയിലെ അടുത്ത സീൻ എന്ന് പറയുന്നത് ഈ നായകൻ വേറൊരു പെൺകുട്ടിയോടെ ഒളിച്ചോടി കല്യാണം കഴിക്കുകയും ഈ പെൺകുട്ടി സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിച്ചു വഞ്ചിച്ചു, നിങ്ങൾ എൻ്റെ പുറകെ നടന്നാണ് ഓ പ്രിയ എന്നൊക്കെ പറഞ്ഞ് പാടിയ മനുഷ്യനാണെന്നൊക്കെ പറയുന്ന ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ സിറ്റുവേഷൻ സംബന്ധിച്ചിടത്തോളം ആ പാട്ട് കറക്റ്റാണ്. പക്ഷേ ഈ പാട്ട് മാത്രം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിയ എന്നുള്ളത് ഈ ക്യാരക്ടറിൻ്റെ പേരാണെന്നും ഇതാണെന്നൊന്നും ആ കാര്യങ്ങൾ അറിയാതെയാണ് ചിലർ പറഞ്ഞത് എന്താ ഇത്രയും ചെറിയ ആളെ വെച്ച് ചെയ്യുന്നു. ചിലരോടൊക്കെ ഞാൻ ചോദിച്ചു, അങ്ങനെ നായകൻ്റെ അതേ ഏജ് ഗ്രൂപ്പിൽ തന്നെ നായികമാരെയൊക്കെ അഭിനയിക്കുന്നൊക്കെ നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ എല്ലാ നായികമാരും ഭൂരിഭാഗം നല്ല പ്രായമുള്ള സീനിയർ സിറ്റിസൺസ് ആയിപ്പോവും. മലയാളം എന്നല്ല ഏത് ഭാഷയിലും സ്ഥിതി അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു നിയമങ്ങളൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, നായകനും നായികയും തമ്മിൽ ഇത്ര വയസ്സിൻ്റെയൊക്കെ ഡിഫറൻസ് വേണമെന്നൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല മെയിനായിട്ടുള്ള കാര്യം. പക്ഷേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പലർക്കും കാര്യങ്ങൾ കൺവിൻസിങ് ആണ്.